കെ സുധാകരനെ അനുനയിപ്പിക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമങ്ങളൊക്കെ പാളി. അതായത് രാഹുൽ ഗാന്ധിയെ കാണാൻ പോയില്ല. അതായത് തനിക്ക് സീറ്റ് തന്നില്ലെങ്കിൽ തരാനല്ല എങ്കിൽ വിളിച്ചെടുത്ത് വരില്ല എന്ന് സുധാകരൻ തന്നെ പറയുകയും ചെയ്തു. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വഷളായി നിൽക്കുകയാണ്. കെ സുധാകരനെ ഇതുവരെ അനുനയിപ്പിക്കാനോ ചർച്ചയൊന്നും നടത്തി അത് സക്സസ്ഫുൾ ആക്കാനോ ഒന്നും ആർക്കും പറ്റിയിട്ടില്ല ഇതുവരെ. അപ്പം അതിനിടയിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, അതായത് കെ സുധാകരൻ പാർട്ടി വിട്ട് NDAക്കൊപ്പം ചേരാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. എവിടത്തെ മത്സരിക്കണം എന്നുള്ള കാര്യത്തിലും ഏകദേശം ഒരു തീരുമാനമായി എന്നുള്ള രീതിയിലും. കാരണം ഇപ്പം NDAയുടെ ഒരു പൊതുവെ ഉള്ള കാര്യം, എവിടെ നിന്ന് ആര് ചാടി വന്നാലും അവരങ്ങ് ഒരു സീറ്റങ്ങ് കൊടുത്തങ്ങ് നിർത്തുകയാണല്ലോ ചെയ്യുന്നത്, സീറ്റാണല്ലോ. അപ്പം ആ രീതിയിൽ സുധാകരന് വേണ്ടിയിട്ടും ഒരു സീറ്റ് ഒരുങ്ങുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പം എന്തായിരിക്കും ഇനി കെ സുധാകരൻ ഇനി ചെയ്യാൻ പോകുന്നതും അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ഇവിടെ കോൺഗ്രസ് എന്ന് പറയുന്നത് പണ്ട് അബ്ദുറബ് പറഞ്ഞൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അതായത് സ്ഥാനാർത്ഥി നിർണയം പ്രഖ്യാപനം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന് 24 മണിക്കൂറിനാണ് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് VD സതീശൻ ഒരു നീട്ടിയൊരു ഏറെറിഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവർക്കെല്ലാം കാര്യം അത്രത്തോളം ടീം UDF ശക്തമാണ് എന്ന് ജനങ്ങൾക്കിടയിലും എതിരാളികൾക്കിടയിലും ഒരു ധാരണ കൊടുക്കുക എന്നുള്ളതായിരുന്നു ശരിക്കുള്ള ഉദ്ദേശം. കാരണം ഞങ്ങൾ പ്രിപ്പയർഡാണ്, ഞങ്ങളുടെ ഈ സ്ഥാനാർത്ഥികളുണ്ട്, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം 24 മണിക്കൂർ സമയം മതി ഞങ്ങൾക്ക് എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന അമിതാത്മവിശ്വാസമൊക്കെ ഉള്ള ഒരു പ്രവൃത്തിയായിരുന്നു. എന്നാൽ പണ്ട് അബ്ദുറബ് പറഞ്ഞ ഇങ്ങനെയായിരുന്നു. എന്നിട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, എന്ത് ചെയ്യാനാ, തെരഞ്ഞെടുപ്പ് നേരത്തെ ആയിപ്പോയി അല്ലെ പ്രഖ്യാപനം നേരത്തെ ആയിപ്പോയി എന്നുള്ള ഒരു വാദഗതിയിലാണ്. പണ്ട് അബ്ദുറബ് പറഞ്ഞാണ് ഇപ്പൊ ഈ സമയത്ത് ഓർമ്മ വരുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ അബ്ദുറബിനെ കൂടെ സ്മരിക്കാതെ പോകുന്ന മോശമാണ്. കാര്യം തെരഞ്ഞെടുപ്പല്ലേ. അബ്ദുറബ് പണ്ട് പറഞ്ഞ കുട്ടികൾക്ക് പുസ്തകം പരീക്ഷയായിട്ടും കിട്ടാത്തപ്പോൾ അന്ന് അബ്ദുറബ് പറഞ്ഞു എന്ത് ചെയ്യാൻ, ഓണം ഇങ്ങനെ നേരത്തെ വന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു വലിയ കോമഡി. അപ്പം അതേ സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കോൺഗ്രസ് കടന്നു പോകുന്നത്. എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സീറ്റ് വിഭജനം എന്ന് പറയുന്നത് കാലാകാലങ്ങളായി അത്ര ഈസി ആയിട്ട് നടക്കുന്ന ഒരു പ്രവൃത്തിയല്ല, ഒരു പ്രോസസ് അല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു 100 തർക്കങ്ങൾ, 100 പ്രതിസന്ധികൾ ഇതിനിടയിൽ വന്നു വീഴും. അതിൽ ഏറ്റവും കടുപ്പത്തിൽ നമ്മൾ പറയേണ്ട ഒരു പ്രതിസന്ധിയാണ് കെ സുധാകരൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇവിടെ നമുക്കറിയാം, ഇപ്പോഴും പിന്നെ വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ നിൽക്കുന്നത് ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. അത് വേറൊരു യാഥാർത്ഥ്യമാണ്. കെ മുരളീധരൻ അവിടെ വട്ടിയൂർക്കാവിൽ പിന്നെ ഇത് തുടങ്ങിക്കഴിഞ്ഞു, പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. അവിടെ ഒരു ഘട്ടത്തിൽ പോലും അതൊരു ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴും നിലവിലുള്ളത്. അങ്ങനെ പലയിടങ്ങളിലും ഇപ്പൊ നമ്മൾ ചിറയൻകീഴ്, നമ്മൾ നേരത്തെ മറ്റൊരു വീഡിയോ ചർച്ച ചെയ്തതാണ്, ചിറയൻകീഴ് രമ്യ ഹരിദാസിനെ കൊണ്ടിറക്കാനുള്ള തീരുമാനം ഉണ്ടായി. ഇപ്പം നമ്മൾ പലയിടങ്ങളിൽ നോക്കിയാൽ കോൺഗ്രസ് മത്സര രംഗത്തില്ല എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അതായത് ഇപ്പം കൊട്ടാരക്കര നമുക്ക് വിടാം, അവർ കോൺഗ്രസിലേക്ക് അംഗത്വം എടുത്തു എന്നുള്ളതാണ് വേറൊരു കാര്യം. അതേസമയം അമ്പലപ്പുഴയിലേക്ക് നോക്കൂ, അമ്പലപ്പുഴയിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഇല്ല, അവിടെ പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല. കാര്യം അവിടെ കെ സുധാകരനെ പിന്തുണച്ചാൽ മതി. അപ്പുറത്തോട്ട് പോയി പയ്യന്നൂരിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയെ നിർത്തില്ല, കാര്യം അവിടെയുള്ള വിമത സ്ഥാനാർത്ഥിയായ സഖാവ് കുഞ്ഞികൃഷ്ണനെ അവിടെ പിന്തുണച്ചാൽ മതി. ഒറ്റപ്പാലത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും കോൺഗ്രസിന് സ്ഥാനാർത്ഥിയില്ല, പകരം അവിടെ PK ശശി എന്ന് പറയുന്ന വിമത നേതാവിനെ അവിടെ പിന്തുണച്ചാൽ മതി. അമ്പലപ്പുഴ G സുധാകരൻ, അതെ, G സുധാകരൻ. അപ്പം അങ്ങനെ ഇവരെയൊക്കെ പിന്തുണച്ചാൽ മതി. ഇവിടെ വേറെ ഒരിടത്തും അങ്ങനെ വലിയ അപ്പം പലയിടങ്ങളിലും കോൺഗ്രസിന് ഇപ്പൊ നിലവിൽ സ്ഥാനാർത്ഥികൾ ഇല്ലാത്ത സാഹചര്യമാണ്. വരുന്നവരെ പിന്തുണയ്ക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. അപ്പൊ അത്രയും സീറ്റുകൾ കുറച്ച് പ്രഖ്യാപിച്ചു. ഇപ്പൊ ആയിഷാപൂരിയുടെ സീറ്റ് കൊട്ടാരക്കര, അത് സീറ്റ് ഓൾറെഡി പ്രഖ്യാപിച്ച സീറ്റാണ്, വിട്ടുകൊടുക്കാൻ പറ്റില്ല. അപ്പൊ എന്ന് പറയുന്ന പോലെ കുറച്ച് സീറ്റുകൾ ഇനി പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കെ സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഇത്രത്തോളം ഒരു പ്രസക്തി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അദ്ദേഹം സ്വയം പ്രഖ്യാപിക്കുകയാണ്, ഞാൻ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായി വരും അതിനകത്ത് യാതൊരു സംശയവുമില്ല എന്ന് സംശയലേശമന്യേ 3 തവണ പറഞ്ഞ് ഉറപ്പിച്ച ഒരു കാര്യമാണ്. അപ്പോഴാണ് പറയുന്നത് സണ്ണി വക്കീലും അതോടൊപ്പം VD സതീശനോട് വന്നിട്ട് പറയുന്നത് സ്വയം ആരും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തണ്ട എന്ന് പറയുന്നത്. അപ്പോഴാണ് വേറെ തീരുമാനം വരുന്നത്, ഇവിടെ MP-മാരും മത്സരിക്കേണ്ട. കാര്യം എന്താണെന്ന് വെച്ചാൽ MP-മാർ നിലവിലുള്ള സീറ്റുകൾ വിട്ടുകളഞ്ഞിട്ട് ഈ മത്സര രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് പരാജയപ്പെട്ടാലും അല്ലെങ്കിൽ ജയിച്ചാൽ ഇവർക്ക് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തിരിച്ചടിയാവും. അതൊരു യാഥാർത്ഥ്യമാണ് ആ തിരിച്ചടി എന്ന് പറഞ്ഞാൽ. എന്തുകൊണ്ടാണ്
ഇവിടെ മുൻ വർഷങ്ങളിലെല്ലാം കഴിഞ്ഞു പോയ കാലങ്ങളിലെല്ലാം ഒരു തവണ മാത്രം എന്ത് ഈക്വൽ വന്നത് 10-10 എന്ന് പറയുന്ന സീറ്റ് നിലയിലേക്ക് വന്ന ഒരു തവണ മാത്രം എന്താണ്. ബാക്കി എല്ലാ തവണയും നമ്മൾ പരിശോധിക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മെജോറിറ്റി കിട്ടിക്കൊണ്ടിരിക്കുന്നത് UDF തന്നെയാണ്. അക്കാര്യം സംശയമൊന്നുമില്ല. എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ ഇങ്ങനെ ഒരു മെജോറിറ്റി കൊടുക്കുന്നത്, UDF ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കുന്നത്? അവിടെ എന്തെങ്കിലും ചെന്ന് ലോക്സഭയിൽ ചെന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ഒരു ഭരണകക്ഷിയുടെ MP ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇത്തവണയും കഴിഞ്ഞ തവണയും അങ്ങനെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി വെക്കാൻ UDF അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി കഴിയും. കോൺഗ്രസ് അവിടെ ഭരിക്കും. അതായത് നാളെ ഒരു സമയത്ത് ഡൽഹിയിൽ ഇന്ദിരപ്രസ്ഥത്തിൽ കയറിയിരുന്ന് നമ്മളെല്ലാം ഭരിക്കും എന്നൊരു തോന്നൽ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ഈ തോന്നൽ വോട്ടായി മാറിയിട്ടാണ് പലപ്പോഴും UDF ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുൻതൂക്കം കിട്ടുന്നത്. എന്നാൽ ഇപ്പോൾ ജനത്തിന് ബോധ്യപ്പെട്ടു തുടങ്ങി ഇനി ഒരു കാരണവശാൽ അവിടെ ലോക്സഭയിൽ കോൺഗ്രസിന്റെ ഒരു പ്രധാനമന്ത്രി ഉണ്ടാവുകയില്ല. ഇക്കാര്യം ഏറെക്കുറെ ബോധ്യപ്പെട്ടു കഴിഞ്ഞു, കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അപ്പം വരാൻ പോകുന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുകൾ UDF സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാകും എന്ന് VD സതീശൻ അടക്കമുള്ള സണ്ണി വക്കീൽ അടക്കമുള്ള കേരളത്തിലെ എന്ന് മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ദേശീയ നേതാക്കൾ അടക്കം ഭയക്കുന്നുണ്ട്. ഈ ഭയമുള്ളത് കൊണ്ടാണ് അങ്ങനെ MP-മാരും രാജിവെച്ചിട്ട് ഈ മത്സര രംഗത്തേക്ക് ഇറങ്ങണ്ട എന്ന് പറഞ്ഞത്. സ്വാഭാവികം എന്നാണ് ജയിക്കും സ്വാഭാവികം. അപ്പൊ ഇങ്ങനെ വരുന്ന സാഹചര്യം ഒഴിവാക്കി നിർത്തുക എന്നുള്ളതാണ് ഇപ്പം സണ്ണി വക്കീലിന്റെയും സതീശന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ സുധാകരൻ അങ്ങനെയല്ല. സുധാകരൻ എന്തുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ ഈ ഒരു നിലപാട് കാണിച്ചിരിക്കുന്നു? സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ അത്ര വലിയ നേതാവൊന്നും പറയാറായിട്ടില്ല. എന്ന് വെച്ചാൽ പാർലമെന്ററി രംഗത്ത് സുധാകരൻ അത്ര വലിയ നേതാവൊന്നും, കാര്യം 10 തവണ മത്സരിച്ച്, അതായത് നിയമസഭയിലും ലോക്സഭയിലും അദ്ദേഹം മത്സരിച്ചു, 10 തവണ മത്സരിച്ചു. ഈ 10 തവണ മത്സരിച്ച സാഹചര്യത്തിലും ഇതിൽ സുധാകരന് വിജയിക്കാൻ കഴിഞ്ഞത് വെറും 6 തവണ മാത്രമാണ്. ബാക്കി ഒരു തവണ ഇവരുടെയാണ് ജനതാ പാർട്ടിയുടെ നേതാവായിട്ടാണ് ആദ്യമായിട്ട് സുധാകരൻ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത്. പിന്നീട് 2 തവണ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അന്നെല്ലാം സുധാകരന്റെ തോൽവി മാത്രമായിരുന്നു. അപ്പൊ ഈ സുധാകരൻ എന്ന് പറയുന്നത് അത്ര വലിയ നേതാവൊന്നുമല്ല. പിന്നെ ക്യാബിനറ്റ് പദവിയിലിരുന്ന ഒറ്റ തവണ മാത്രമാണ്. AK ആന്റണി മന്ത്രിസഭയിൽ വനം മന്ത്രിയായിട്ട് ഒറ്റ തവണ മാത്രമാണ് സുധാകരൻ ഇരുന്നത്. ആ സുധാകരൻ അവിടെ ഇരിക്കുന്ന ആ സാഹചര്യം നമ്മൾ ആലോചിച്ച് നോക്കൂ. ആ സാഹചര്യത്തിലാണ് കുപ്രസിദ്ധമായ മുത്തങ്ങ വെടിവെപ്പ് ഉണ്ടാകുന്നത്. മുത്തങ്ങ സംഭവം ഉണ്ടാകുന്നത് സുധാകരൻ വനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ്. അതിനുശേഷം ഇന്ന് വരെ ഉമ്മൻചാണ്ടി വന്നു. അതിനുശേഷം AK ആന്റണിയുടെ മന്ത്രിസഭയിലാണ് ഇദ്ദേഹം ഇരിക്കുന്നത്. ഉമ്മൻചാണ്ടി വന്നിട്ടും സുധാകരൻ അവിടെ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഇനിയും ഇത്രയും 10-78 വയസ്സായി നിൽക്കുന്ന ഒരാള്, ഈ 10-78 വയസ്സായി നിൽക്കുന്ന സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരന് ഇനിയും കേരളത്തിൽ ഒരു ക്യാബിനറ്റ് മന്ത്രി ആയേ പറ്റൂ. ഇല്ല എങ്കിൽ സുധാകരന്റെ ഇത്ര കാലത്തെ രാഷ്ട്രീയ ജീവിതം വെറുതെയാണ്. കാര്യം ലോക്സഭ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോയിട്ട് എന്ത് പറയാനാ സുധാകരനെ പോലൊരു നേതാവ്? കേരളത്തിലെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ലോക്സഭയിൽ ഇവിടെയുള്ളവർ സംസാരിച്ചിട്ടുള്ളത്? അത്യാവശ്യം ലോക്സഭയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ഒരേ ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു NK പ്രേമേന്ദ്രനാണ്. ആ NK പ്രേമേന്ദ്രൻ പോലും K4-നെതിരായി അവിടെ ഒരു ചർച്ച കൊണ്ടുവെക്കുകയാണ്. കേരളത്തിനെതിരായിട്ടൊരു ചർച്ചയാണ് അവിടെ കൊണ്ടുവച്ചത്. എന്നിട്ട് അത് തിരിച്ചടിയായി അവസാനം ഇവരുടെ തലയിൽ തന്നെ വന്ന് വീണു. K4-ന്റെ ഇപ്പം ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് NK പ്രേമേന്ദ്രനെ വെച്ചേക്കുന്നത്. കാര്യം അത്രത്തോളം ഗുണം K4-ന് ലോക്സഭയിൽ നിന്ന് കിട്ടുകയും ചെയ്തു. ഈ രീതിയിൽ കേരളത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് NK പ്രേമേന്ദ്രൻ അടക്കമുള്ള കേരളത്തിലെ MP-മാർ ലോക്സഭയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു MP എന്തിനു കൊള്ളാം? ഇനിയും കുറെ കാലം കൂടി, 4 കൊല്ലവും കൂടെ ഇനിയും സുധാകരന് ഇതുണ്ട്. ഏകദേശം ഒരു 82 വയസ്സ് വരെ സുധാകരൻ അവിടെ തുടരും. അപ്പോ അങ്ങനെ കഴിഞ്ഞാലും ഒരു 85 വയസ്സൊക്കെ അല്ലെങ്കിൽ 83-ാമത്തെ വയസ്സിൽ വീണ്ടും സുധാകരൻ രാഷ്ട്രീയത്തിലേക്ക് ഇവിടെ വന്നിട്ട് വല്ല പ്രയോജനമുണ്ടോ? ആ സമയമാകുമ്പോഴേക്ക്, അതായത് 2031 തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും സുധാകരൻ കേരളത്തിൽ രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തനായി പോവും. ഇപ്പൊ തന്നെ ഏകദേശം പകുതി വനവാസത്തിന്റെ മൂലയിലിരിക്കുന്ന ഒരാളാണ്. അപ്പൊ 2031 ആകുമ്പോഴേക്ക് സുധാകരന്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ അതുകൊണ്ട് സുധാകരൻ എങ്ങനെയും കേരളത്തിൽ വോട്ട് വേണം, കേരളത്തിൽ സീറ്റ് വേണം, സീറ്റ് കിട്ടിയേ പറ്റൂ. ഇതൊരു വാശിയാണെന്നേ. അപ്പൊ ഇവിടെ വരിക മാത്രമല്ല, ഒന്ന് ആഭ്യന്തരത്തിൽ കുറഞ്ഞ് യാതൊന്നും സുധാകരൻ ആഗ്രഹിക്കില്ല. വനമന്ത്രി സ്ഥാനമൊക്കെ ഇനി സുധാകരൻ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? കിട്ടുമ്പോ എന്തെങ്കിലും കൊള്ളാവുന്ന ഒരു വകുപ്പ് കിട്ടണം. അല്ല വേറെ ഒരു വകുപ്പ് കിട്ടിയിട്ടും കാര്യമില്ല. ധനകാര്യത്തിൽ കൊണ്ടിരുത്താനൊന്നും പറ്റത്തില്ല സുധാകരനെ. സുധാകരനെ ഒന്ന് ആഭ്യന്തര വകുപ്പിന് ഇരുത്താം, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എങ്കിലും അവിടെ ഇരുത്താം ആഭ്യന്തര വകുപ്പ്. അല്ലാതെ ധനകാര്യത്തിൽ കൊണ്ടിരുത്താനോ വിദ്യാഭ്യാസ വകുപ്പിൽ കൊണ്ടുവന്ന് സുധാകരനെ ഇരുത്താൻ പറ്റൂ?
അബ്ദുറബ് എന്ന് പറയുന്ന ഒരാൾ നിരങ്ങിയിട്ട് കാര്യം പിന്നെ എന്തെല്ലാം കുളവാക്കി വെച്ചു. പിന്നെ തന്നെയല്ല, വിദ്യാഭ്യാസ വകുപ്പ് റിസർവ്ഡാ. ആ വിദ്യാഭ്യാസ വകുപ്പ് UDF മന്ത്രിസഭയുടെ കാലത്ത് മുസ്ലിം ലീഗിന് മാത്രമേ കൊടുക്കൂ. അത് കാലങ്ങളായിട്ടുള്ള ഒരു പ്രോട്ടോകോളിന്റെ ഭാഗമാണ്. അത് നമ്മൾ ഏതെടുത്ത് വെച്ച് നോക്കിക്കോളൂ. ET മുഹമ്മദ് ബഷീർ ഇരുന്നിട്ടുണ്ട്, അബ്ദുറബ് ഇരുന്നിട്ടുണ്ട്. അപ്പൊ ഏതെടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാലും സീതി ഹാജി ഇരുന്നിട്ടുണ്ട്. അപ്പൊ ഇവരെല്ലാം വിദ്യാഭ്യാസ വകുപ്പിന്റെ ആൾക്കാരെ ലീഗിന് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന സീറ്റുകളാണ് അതല്ല വിദ്യാഭ്യാസ വകുപ്പ്. അപ്പൊ അത് ഗുണമില്ലാത്ത ഒരവസ്ഥയായി മാറും. ഇനി പിന്നെ ആകെ കൊടുക്കാൻ പറ്റിയ ഇനി മൃഗസംരക്ഷണം വല്ലതും കൊടുത്തിട്ടും വല്ല കാര്യമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഇങ്ങനെ തുടങ്ങിയ വ്യവസായ വകുപ്പ് കൊടുക്കാനും പറ്റില്ല. വ്യവസായ വകുപ്പും ലീഗിന് കൊടുത്തിരിക്കുന്ന സീറ്റാണ്, റവന്യൂ ലീഗിന് കൊടുത്തിരിക്കുന്നതാണ്. അപ്പം കുറെ അധികം സീറ്റുകൾ ലീഗിന് റിസർവ്ഡ് ആയിട്ടാണ്, അവരുടെ സീറ്റുകളാണ്. ഇതിലൊന്നും പിടിച്ച് ഇദ്ദേഹത്തെ കൊണ്ടിരുത്താനും പറ്റില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇരിക്കുന്ന ആളും ഇപ്പൊ ഈ പറയുന്ന പോലെ ഈ പിന്നെ ആഭ്യന്തരവും തുടങ്ങിയ പ്രധാനപ്പെട്ട വകുപ്പുകൾ മാത്രമേ കെ സുധാകരന് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈ സാഹചര്യം പരിഗണിക്കുമ്പോൾ കെ സുധാകരൻ എന്ന് പറയുന്ന ആളെ എവിടെ കൊണ്ടുവന്നാണ് ഇരുത്തേണ്ടത്? അപ്പൊ സ്വാഭാവികമായിട്ടും ഈ രീതിയിലൊക്കെയാണ് കെ സുധാകരന്റെ അവകാശവാദങ്ങൾ. അപ്പം നിലവിൽ രാഷ്ട്രീയത്തിൽ അപ്രസക്തനായിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ വനവാസത്തിന് വേണ്ടി കുപ്പായം തയ്പ്പിച്ചു വെച്ചിരിക്കുന്ന കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഇനി ആരുടെയെങ്കിലും കാലിൽ വീണ് ഇവിടെ ഒരു മന്ത്രിസ്ഥാനം ഒപ്പിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ ഇനിയും വേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി സുധാകരൻ ഇതിനകത്ത് പറ്റിയില്ലെന്ന് വെച്ചു, സുധാകരന് വെല്ലുവിളിക്കാം. സുധാകരന് ഈസി ആയിട്ട് പറ്റിയ ഒരു കാര്യമാണ് BJP-യിലേക്ക് പോവാന്ന് പറഞ്ഞാൽ സുധാകരൻ അതിലേക്ക് പോയിരിക്കും. കെ സുധാകരന് കണ്ണൂർ സീറ്റിൽ മത്സരിക്കുക എന്നുള്ളതാണ്. പക്ഷേ കെ സുധാകരൻ BJP-യിലേക്ക് പോയാൽ അവിടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കെ സുധാകരൻ പരാജയപ്പെട്ടു പോകും. കണ്ണൂരിൽ കെ സുധാകരൻ വീഴും. BJP-ക്കാർ വോട്ട് ചെയ്യുമായിരിക്കും. പക്ഷേ BJP-യിലെ വോട്ട് തന്നെ ഭിന്നിച്ചു പോകാനുള്ള സാധ്യത കൂടി കെ സുധാകരൻ കാരണം അവിടെ ഉണ്ടാവും. അപ്പൊ അതോടുകൂടി കെ സുധാകരൻ അങ്ങനെ ഒരു പ്രസക്തി പോലും ഇല്ലാതായിപ്പോ. ഇനി അഥവാ ഇത്രയും വാശി പിടിച്ച് കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, ഈ മത്സരിച്ചു കഴിയുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ചില ന്യൂനപക്ഷ വോട്ടുകളെ കെ സുധാകരനിൽ നിന്ന് അകറ്റി മാറ്റി നിർത്താനുള്ള ഒരു ശേഷി ഇപ്പോൾ അവിടം ഭരിച്ചുകൊണ്ടിരിക്കുന്ന, മലബാർ മുഴുവൻ കയ്യിൽ ഒതുക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഷാഫി പറമ്പലിനെ പോലെ ഒരു നേതാവിന് സാധിക്കും. അവിടെയും കെ സുധാകരനെ വീഴ്ത്താൻ സാധിക്കും. അപ്പൊ ന്യൂനപക്ഷ വോട്ടുകൾ വേറൊരു വഴിക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമെന്നോണം അവിടെ കെ സുധാകരൻ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള നിരവധി സാഹചര്യങ്ങളിലൂടെയാണ് കെ സുധാകരന്റെ രാഷ്ട്രീയ ജീവിതം പോകുന്നത്. ഇനിയിപ്പോ ഈ 2026 കെ സുധാകരന് മത്സരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ കെ സുധാകരൻ യോഗ്യനായിരിക്കില്ല. അതോടൊപ്പം കോൺഗ്രസ്സുകാർ ഇതോടുകൂടി കെ സുധാകരനെ കെട്ടും പാണ്ഡവും മുറുക്കി നേരെ വനവാസത്തിന് വിടുന്ന എല്ലാ വഴികളും ഇപ്പൊ തുറന്നു കിടക്കുകയാണെന്നുള്ള കാര്യമാണ് സത്യം.